തൃശൂർ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷത്തെ ചൊല്ലി വിവാദം. ബി.ജെ.പി. തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാലയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പരിപാടികൾ നടത്തരുതെന്നുള്ള നിയമം മറികടന്നാണ് ബി.ജെ.പി. പരിപാടിയെന്നാണ് സി.പി.ഐ.എം ആരോപണം. ലെവിൻ കെ വിജയൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലെവിൻ, എങ്ങനെയാണ് ഈ സ്കൂളിൽ ഈ പരിപാടിക്ക് അനുമതി കിട്ടിയത്? രുചിഷ്, അക്കാര്യത്തിൽ ഒരു വ്യക്തതയുള്ള മറുപടി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരോ സ്കൂൾ അധികൃതരോ നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പരിസ്ഥിതി ദിനാഘോഷം പൊതുവെ സ്കൂളുകളിൽ സംഘടിപ്പിക്കാറുള്ളതാണെങ്കിലും അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ സംഘടനയുടെയോ അടിസ്ഥാനത്തിലല്ല. സ്കൂളുകൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടി എന്നുള്ള നിലയിലാണ് പരിസ്ഥിതി ദിനാഘോഷം സംസ്ഥാനമൊട്ടുക്കും നടത്തി വരുന്നത്. ഈ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി പങ്കെടുത്തുകൊണ്ടുള്ള രാഷ്ട്രീയ പരിപാടി എന്നുള്ള നിലയിൽ പ്രപഞ്ചരക്ഷാ യജ്ഞം എന്ന പേരിൽ ഇത്തരത്തിലൊരു പരിപാടി പരിസ്ഥിതി ദിന ആഘോഷം നടന്നത്. ബി.ജെ.പി. നേതാക്കളായിട്ടുള്ള നിവേദിത സുബ്രഹ്മണ്യനും ബി ഗോപാലകൃഷ്ണനും അടക്കമുള്ള സംസ്ഥാനതല നേതാക്കൾ അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടിക്ക് രാഷ്ട്രീയമാനമുണ്ട് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണമായി ഉയർന്നിരിക്കുന്നത്. അത്തരത്തിൽ ബി.ജെ.പിയുടെ കമ്മിറ്റികൾ അത്തരത്തിൽ ഈ സംഘടന നടത്തുന്ന പരിപാടി എന്നുള്ള നിലയിൽ പോസ്റ്റർ അച്ചടിക്കുകയും ചെയ്തിരുന്നു. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം പ്രചരണം നടത്തുകയും ചെയ്തു. തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് ഇത്തരം ഒരു പോസ്റ്റർ പുറത്തിറങ്ങിയതും മറ്റും. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി സി.പി.എം രംഗത്ത് വരുന്നത്. ഡിവൈഎഫ്ഐയും സി.പി.എം തുടരുക. ഈ വിഷയത്തിൽ സി.പി.ഐ.എം ഗുരുവായൂർ ഏരിയ സെക്രട്ടറിയുടെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്, അതുകൂടി കാണാം. കേന്ദ്രമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരം പരിപാടിയിൽ സ്ഥല എം.എൽ.എ, നഗരസഭ ചെയർപേഴ്സൺ, ദേവസ്വം സ്കൂളാണെന്നതുകൊണ്ട് തന്നെ ദേവസ്വത്തിൻ്റെ ഭരണാധികാരികൾ ഇവരാരെയും പങ്കെടുപ്പിക്കാതെ ഈ പരിപാടിയിൽ ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ, ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ്, ബി.ജെ.പിയുടെ പ്രാദേശിക നേതാക്കളെല്ലാം പങ്കെടുത്തുകൊണ്ട് ഇത് ബി.ജെ.പിയുടെ ഒരു പരിപാടിയാക്കി മാറ്റിയത് തീർത്തും നിയമവിരുദ്ധവും ചട്ടവിരുദ്ധവുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുക്കേണ്ടതാണ്. ഈ നടപടിയിൽ ശക്തമായി സി.പി.ഐ.എം പ്രതിഷേധിക്കുകയാണ്. ലെവിൻ കെ വിജയൻ തുടരുകയാണ്. ലെവിൻ, എന്തായാലും ഈ പ്രതിഷേധം തുടരുമെന്ന സൂചന തന്നെയാണ് സി.പി.ഐ.എം നൽകുന്നത്. കാരണം എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിന് പരാതി കൊടുക്കുന്നുണ്ട്, വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുക്കണം. രുചീഷ്, അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് സി.പി.എമ്മിന്റെ ചാവക്കാട് ഏരിയ കമ്മിറ്റിയും അടക്കം ഗുരുവായൂർ ഏരിയ കമ്മിറ്റിയും അടക്കം തീരുമാനിച്ചിരിക്കുന്നത്. ഡിവൈഎഫ്ഐ ഇതിനോടകം തന്നെ ഈ വിഷയത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. നിലവിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി, രാഷ്ട്രീയ മാനമുള്ള ഒരു പരിപാടിയായി സ്കൂളിലെ പരിസ്ഥിതി ദിനാഘോഷം മാറിയത് എന്നുള്ള കാര്യത്തിൽ സ്കൂൾ പ്രിൻസിപ്പളുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. അത് പറയുന്നത് ഇത്തരത്തിലാണ്. ബി.ജെ.പി. കൗൺസിലർ ആയിട്ടുള്ള വ്യക്തിയാണ് ഇത്തരം ഒരു പരിപാടി നടത്തുന്നതിനെ കുറിച്ച് അറിയിച്ചത്. ആ പരിപാടിക്ക് രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കാര്യം അറിയില്ല എന്നുള്ളതാണ് പ്രധാന അധ്യാപികയായ ജൂലിയറ്റ് പറയുന്നത്. ഇങ്ങനെ ബി.ജെ.പിയുടെ കൗൺസിലർ ആ വാർഡിലെ കൗൺസിലർ അല്ലെങ്കിൽ ഡിവിഷനിലെ കൗൺസിലർ എന്നുള്ള നിലയിലാണ് ഇടപെട്ടത്. പക്ഷേ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അനുമതി നൽകിയത്. പക്ഷെ അത് ആ നിലയിലേക്ക് മാറുമെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം വരണം. സ്കൂളിൽ നിയമവിരുദ്ധമായി ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ മാനമുള്ള പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചത് സംബന്ധിച്ച് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഇനിയും വിശദീകരണങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. രുചിഷ്, ശരി ലെവിൻ, എന്തായാലും പരിസ്ഥിതി ദിന ആഘോഷങ്ങൾ എല്ലായിടത്തും നടക്കുന്നതാണ്. ബി.ജെ.പിയേക്കാൾ ശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെയുണ്ട്. ആ തരത്തിൽ എല്ലാവരും ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നതാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയാക്കി ഈ സ്കൂളിലെ പരിപാടികൾ മാറ്റുന്നത് സാധാരണഗതിയിൽ കാണുന്നതല്ല. എന്തായാലും ബി.ജെ.പി. ആ നടപടി ചെയ്തിരിക്കുന്നു. വലിയ ഒരു പ്രതിഷേധം ഉയർത്തുകയാണ് അവിടെ സി.പി.ഐ.എമ്മും ഡിവൈഎഫ്ഐയും.